ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ന്യൂഡിൽസ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു വോക്ക് പാൻ ചൂടാക്കാം. നന്നായി ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 5 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. 3-4 സെക്കൻഡ് വെളുത്തുള്ളി ഇതുപോലെ സോട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഹീറ്റായി വരുന്ന സമയത്ത് 4 ബീൻസ് നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു പകുതി ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തത് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ജൂലിയൻ കട്ട് ചെയ്തെടുത്ത ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ, റെഡ്, ഗ്രീൻ ക്യാപ്സിക്കം ഉപയോഗിച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ജസ്റ്റ് ഹീറ്റായി വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 3 പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇത്രയും വെജിറ്റബിൾസും ഇത്രയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാല പാക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വെള്ളം നന്നായി ബോയിൽ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി ബോയിലാവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസിൻ്റെ 3 പാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ന്യൂഡിൽസ് ഒന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ന്യൂഡിൽസ് ഏകദേശം കുക്കായി വെള്ളം ഡ്രൈ ആവാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ ഇറ്റാലിയൻ ഹെർബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോ, തൈം, ബേസിൽ, റോസ്മേരി എന്നിവ 1/2 ടീസ്പൂൺ വീതമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഇറ്റാലിയൻ ഹെർബ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. ന്യൂഡിൽസ് റെഡിയായി കിട്ടിയ ശേഷം ഒരു 5 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയാണ്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വിതറിക്കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ് റെഡിയായി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.